മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ കാണാൻ ഒരു ബസ്സിൽ യാത്ര തിരിച്ചതാണ് 2023 അവസാനം കേരള രാഷ്ട്രീയത്തെ കോലാഹലഭരിതമാക്കിയത്. പരിപാടി UDF ബഹിഷ്കരിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി ഇറങ്ങി. ജീവൻ രക്ഷാപ്രവർത്തനത്തിന് പുതിയ മാനം നൽകി DYFI CPM പ്രവർത്തകരും. അവരെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന മോഡിലേക്ക് യൂത്ത് കോൺഗ്രസ് മാറിയത് കൊല്ലത്ത് വെച്ച്. ആര് പോരാണിച്ചാലും അടിച്ച് മൂക്കാവണ്ട കയറി കളഞ്ഞു. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി. അടിച്ചാൽ തിരിച്ചടിക്കും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. എണ്ണി എണ്ണി അടിക്കും. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നവകേരള സദസ്സിന്റെ മന്ത്രിസംഘ ബസ്സിൽ നിന്ന് ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും ഇറങ്ങി. മുന്നണി ധാരണ പ്രകാരം KB ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും മന്ത്രിമാരായി. ഗതാഗതത്തിന് പുറമെ സിനിമ കൂടി മോഹിച്ചെങ്കിലും ഗണേശിന് ആനവണ്ടി വകുപ്പ് തന്നെ, കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷനും. വകുപ്പ് എന്തായാലും ബസ്സിൽ കയറി പറ്റിയല്ലോ, അതുതന്നെ ധാരാളം. രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഇടതുമുന്നണിയുടെ പച്ചക്കൊടി. തീർച്ചയായിട്ടും വീണ്ടും മന്ത്രിയാക്കാൻ LDF തീരുമാനിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ നവംബർ 19 തന്നെ ഞാൻ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നതാണ്. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. ആന പോലൊരു വണ്ടി, ആരുണ്ടൊരു ഗ്യാരണ്ടി. KB ഗണേഷ് കുമാർ എന്ന ഞാൻ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യും. ഈ കമ്പനി 6 മാസം പൊളിഞ്ഞ് നോറോടെ കല്ല് പറിക്കും.